ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പാർട്ട് 5 4 പാർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരത് കാണുന്നുണ്ട്. ആര് കാണുന്നു കാണുന്നില്ല എന്നുള്ളത് പ്രശ്നമല്ല. ക്ലാസ് ഇവിടെ നിന്ന് വരും. കാരണം ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് എളുപ്പമാണ്. അതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ഇംഗ്ലീഷ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്പം ഒന്ന് കുറച്ചിട്ട് GK-യിലേക്ക് പോയാലെന്ത് എന്നൊരാലോചന എൻ്റെ മനസ്സിലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രാവർത്തികമാകും. നമുക്ക് ഇംഗ്ലീഷിലേക്ക് നേരിട്ട് കിടക്കാം. ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ ആകുമ്പോഴത്തേക്കും താഴോട്ടുള്ളതൊക്കെ എളുപ്പമായിരിക്കണമല്ലോ. അപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. ദ എയ്റോപ്ലെയിൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി AEROPLANE, ദ എയ്റോപ്ലെയിൻ ഡാഷ് അറ്റ് ദ റൈറ്റ് ടൈം, RIGHT, റൈറ്റ് ടൈം, ബ്രാക്കറ്റിൽ ലൈൻഡ് അപ്പ്, LINED, ലൈൻഡ് അപ്പ്, അടുത്ത ടുക്ക് ഓഫ്, അടുത്തത് സ്റ്റുഡ് ബൈ, അടുത്തത് ബ്രോട്ട് ഔട്ട്, BROUGHT, brought out. These are the options. Question is like this: the aeroplane dash at the right time. എയ്റോപ്ലെയിൻ എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കും, എത്ര മണിക്കാണ് ടേക്ക് ഓഫ് ടൈം? ടേക്ക് ഓഫ്, ഈ ടേക്ക് ഓഫിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക് ഓഫ്. ടേക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടു ലീവ് ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ട് ഫ്ലൈയിങ്. ടു ലീവ് ദ ഗ്രൗണ്ട് വിട്ട് പറക്കാൻ തുടങ്ങുന്നതിനാണ് ടേക്ക് ഓഫ് ടൈം. വിമാനം എത്ര മണിക്കാണ് ടേക്ക് ഓഫ് ടൈം? 8 മണിക്കാണ് ടേക്ക് ഓഫ് ടൈം. അപ്പോൾ ടേക്ക് ഓഫ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ടുക്ക് ഓഫ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ടുക്ക് ഓഫ് എന്നാണ്. ടുക്ക് OFF ആണേ, ടുക്ക് ഓഫ്. ദ എയ്റോപ്ലെയിൻ, ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചോളൂ. ദ എയ്റോപ്ലെയിൻ, മൊത്തം എയ്റോപ്ലെയിൻ. ദ എയ്റോപ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് ടൈം ശരിയായ സമയത്ത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ടുക്ക് ഓഫ് ആണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പോൾ ഇവിടെ ലൈൻഡ് അപ്പ് വരിയായിട്ട് വെക്കുക. ബ്രിങ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട് അപ്പ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ദ എയ്റോപ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് ദ റൈറ്റ് ടൈം ആണ് ശരി. ഇനി PLANE പ്ലെയിൻ, PLAIN പ്ലെയിൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? PLAIN പ്ലെയിൻ, ഈ പ്ലെയിൻ നിരപ്പായ പ്ലെയിൻ ഏരിയ, പ്ലെയിൻ. ഈ പ്ലെയിനാണ് വിമാനം. PLANE പ്ലെയിൻ, വിമാനം. ഈ ബ്രോട്ട് എവിടെ നിന്ന് കിട്ടി? ബ്രിങ്, ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം ടുക്ക് ഓഫ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 വെർബൽ ഫ്രൈസ് ഒന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഗോ ഓഫ്, പുട്ട് ഓഫ്, ഓഫ് ഷോർ, SHORE, ഷോർ. അടുത്തത് കാൾ ഓഫ്, ശരി. ഗോ ഓഫ്, എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക, ഗോ ഓഫ്. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, നീട്ടി വയ്ക്കുക. ഇതാണ് നീട്ടി വയ്ക്കുക. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ തീരത്ത് നിന്ന് വളരെ അകത്തേക്ക്, ഓഫ് ഷോർ തീരത്ത് നിന്ന് അകത്തേക്കാണ്. കാൾ ഓഫ്, ക്യാൻസൽ, സ്റ്റോപ്പ്. കാൾ ഓഫ്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്യാൻസൽ എന്നാണ് അർത്ഥം. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഓൺലൈൻ പരീക്ഷയ്ക്ക്. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. ശരി, ടേക്ക് ഓഫ് ടൈം കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തേലേക്ക് വരികയാണ്. ദ ക്യാറ്റ് ഡാഷ് ദ മൈസ്, ദ ക്യാറ്റ് ഡാഷ് ദ മൈസ്, ബ്രാക്കറ്റിൽ ഈറ്റാണെന്ന് ഉള്ളത്. ദ ക്യാറ്റ് ഡാഷ് ദ മൈസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യനാണ്. ഇത് നമ്മളെ ആളുകൾ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ 52 ലെസണും കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും കണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ദ ക്യാറ്റ് ഡാഷ്, ക്യാറ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് ഉത്തരം EATS ആണ് ഉത്തരം, ഈറ്റ്സ്. ദ ക്യാറ്റ് ഈറ്റ്സ്, ദ കൗ ഈറ്റ്സ്, ദ മൈസ്. ഇവിടെ മൈസ് എന്ന് പറയുന്നത് ബഹുവചനമാണ്. ഇതിൻ്റെ ഏകവചനമാണ് മൗസ്, MOUSE, മൗസ്. എലികൾ, ചുണ്ടലിയാണ്. എലികൾ, മൗസ്, മൈസ്. അതേസമയം LEAF, ലീഫ്, ലീഫ്, അതിൻ്റെ ബഹുവചനം ലീവ്സ്, LEAVES. കാഫ്, CALF, കാഫ്, കന്നുകുട്ടി. കാൽസ്, CALVES,
അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ മനസ്സിലായി കാണും. എന്താ? ദ ക്യാറ്റ് ഈറ്റ്സ്, EATS, ഈറ്റ്സ്. അവിടെ നമുക്ക് തെറ്റാൻ സാധ്യത, തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മൈസ് കൊടുത്തിരിക്കുന്നത്. മൈസ് കൊണ്ടുകൊണ്ട് നിങ്ങൾ ബഹുവചനമൊന്നും ചിലപ്പോൾ വിചാരിച്ചേക്കാം. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്യാറ്റാണ്. ക്യാറ്റ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. There was dash traffic on that day. THERE. There was dash traffic on the day. On the day. നിങ്ങൾ ഉത്തരം പറയൂ. ഇവിടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ തന്നെ പറയൂ. ഇന്ന് ഭയങ്കര ട്രാഫിക്കാണ്. പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങൾ പറയുന്നത് ഹാർഡ് ട്രാഫിക് ആണോ, തിക്കാണോ, ഹെവി ആണോ, മച്ചാണോ, ഏതാണെന്ന് പറയൂ. അപ്പോൾ there was heavy, HEAVY, heavy. There is heavy traffic. ഹെവിയുടെ ഓപ്പോസിറ്റാണ് ലൈറ്റ്. ഹെവി ലൈസൻസും ഉണ്ട്, ലൈറ്റ് ലൈസൻസും ഉണ്ട്. എന്നാൽ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ്, ലൈറ്റ് ചായയുണ്ട്, സ്ട്രോങ് ചായയുണ്ട്. അപ്പോൾ അത് സന്ദർഭത്തിനനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഹാർഡിൻ്റെ ഓപ്പോസിറ്റാണ് സോഫ്റ്റ്, എല്ലാവർക്കും അറിയാം. തിക്ക്, THICK, തിക്ക്, ഇടതൂർന്ന. അതിൻ്റെ ഓപ്പോസിറ്റാണ് തിൻ, THIN, തിൻ. മച്ച്, എണ്ണാൻ പറ്റാത്തതിനോടാണ് ചേർക്കാനുള്ളത്. മച്ച് വാട്ടർ, മച്ച് ടൈം. ഹെവി ഓപ്പോസിറ്റ് ലൈറ്റ്. അപ്പോൾ ദെയർ വാസ് ഹെവി ട്രാഫിക് ഓൺ ദ വേ. ഓൺ ദ വേ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രെയിം ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ഉണ്ടാക്കാനാണ്. ഒരു ഉദാഹരണത്തിന്, മൈ നെയിം ഈസ് ഗോപാൽ. ഗോപാലിൻ്റെ അടി അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം? There are 7 days in a week. 7ന്റെ അടിയിൽ വരയിട്ടിരിക്കുകയാണ്. ഹൗ മെനി ഡേയ്സ് ആർ there in a week? ഇനി ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എത്ര കാലമായി? നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എത്ര കാലമായി? ഇംഗ്ലീഷിൽ ചോദിക്കണോ? കല്യാണം കഴിഞ്ഞവരൊക്കെ എവിടെയാണ്? കാസർഗോഡ്, കണ്ണൂർ. വിവാഹം കഴിഞ്ഞവർ പറയൂ. നിങ്ങൾ വേറൊരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? ഹൗ ലോങ്, ഈ ഹൗ ലോങ് ആണ് ചോദ്യവാക്ക്. അത് കഴിഞ്ഞപ്പോൾ ഓക്സിലറി അതിൽ കൂടെ ചേർത്ത് വന്നു. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? അപ്പോൾ നിങ്ങൾ പറയണം 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഐ ഹവ് ബീൻ മാരീഡ് ഫോർ 5 years. ഐ ഹവ് ബീൻ മാരീഡ് ഫോർ 5 years. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഹാവ് യു ബീൻ മാരീഡ്? അപ്പോൾ ഐ ഹവ് ബീൻ മാരീഡ് ഫോർ 5 years. ഇങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചോദ്യവാക്ക് കഴിഞ്ഞാൽ ഉടൻ ഓക്സിലറി വെർബ് എഴുതണം. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഹൗ ദി ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഹൗ ദി ആക്സിഡൻറ്റ് ഹാപ്പൻഡ്, HAPPENED. ഇത് തെറ്റാണ്. ഇതാണ് ചോദ്യവാക്ക്. ചോദ്യവാക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിലറി വരണം. അതുകൊണ്ട് ഹാപ്പൻഡിനെ പിരിക്കണം. ഡിഡ് അധികം ഹാപ്പൻ. അപ്പോൾ ഈ ഡിഡ് എടുത്ത് ഇവിടെ ഇട്ടു. അപ്പോൾ ഹൗ ഡിഡ് ദി ആക്സിഡന്റ് ഹാപ്പൻ, പിന്നെ ഹാപ്പൻ മതി. ഹൗ ഡിഡ് ദി ആക്സിഡന്റ് ഹാപ്പൻ? അപകടം എങ്ങനെ സംഭവിച്ചു? ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അടുത്ത് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്. ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ നോക്കുന്നത്. പരീക്ഷയിൽ ചോദിച്ചത്, ദേ ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ലിവിങ്. ദേ LIVED, ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം. ദേ ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഇവിടെ ഹിയറിൻ്റെ അടിയിലാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അത് പോട്ടെ. ഹി ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, ഹൗ ലോങ് ഡിഡ്, ആരാണ്? ദേ. ഹൗ ലോങ് ഡിഡ് ദേ ലിവ് ഹിയർ? ഹൗ ലോങ് ഡിഡ് ദേ ലിവ് ഹിയർ? ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ദേ ലിവ്ഡ് ഹിയർ ഫോർ എ ലോങ് ടൈം. ഹൗ ലോങ്, എത്ര നേരം? ഹൗ ഫാർ, എത്ര അകലെ? ഹൗ ഓഫൺ, എത്ര ഇടവേളകളിൽ? ഹൗ ഓഫൺ, എത്ര പ്രാവശ്യം? അതാണ് ഹൗ ഓഫൺ. അപ്പോൾ ഈ ചോദ്യവാക്ക് കഴിഞ്ഞാൽ അതിൽ ചേർത്ത് ഓക്സിലറി വെർബ് വരണം. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഹൗ ഫുഡ് പ്രിപ്പയർഡ്, തെറ്റ്. ഹൗ ഈസ് ഫുഡ് പ്രിപ്പയർഡ്. ഇതൊക്കെ പഴയ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ തീരെ സാധ്യത കുറവാണ്. ഇത് കേട്ട് കേട്ട് നിങ്ങൾ സ്ഥിരം നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രശ്നമേ
പ്രശ്നമേ അല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ. ഐ വാസ് നോട്ട് unmindful of the fact. ഇതിൻ്റെ അർത്ഥമാണ് നമുക്ക് ആവശ്യം. ഐ വാസ് നോട്ട് unmindful of the fact. Pick out the phrase nearest meaning. Unmindful. ഇതിന് ഏകദേശം അടുത്ത് വരുന്ന ഒരർത്ഥമാണ് കണ്ടുപിടിക്കാനുള്ളത്. അൺമൈൻഡ്ഫുൾ മീൻസ് എനിക്ക് അതിൽ ബോധ്യമില്ല, ഇക്കാര്യത്തിൽ ഞാൻ അശ്രദ്ധനായിരുന്നില്ല. ഇക്കാര്യത്തിൽ മലയാളത്തിൽ എഴുതിയാണ്, ഇക്കാര്യത്തിൽ ഞാൻ അശ്രദ്ധനായിരുന്നില്ല. ഇതാണ് അൺമൈൻഡ്ഫുൾ. ഇനി ഇതിന് സമാനമായിട്ടുള്ള ഒരു അർത്ഥമാണ് നമുക്ക് ഈ 4 ഉത്തരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. എനിക്കിത് അറിയാമായിരുന്നില്ല. ഐ ആം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇതിൻ്റെ ഉത്തരം ഹാഡ് നോട്ട് ഫർഗോട്ടൺ was aware of the fact. ഹാഡ് നോട്ട് ഫർഗോട്ടൺ, ഞാൻ മറന്നുപോയിട്ടില്ലായിരുന്നു. വാസ് അവെയർ ഓഫ് ദ ഫാക്ട്, വസ്തുത എനിക്ക് അറിയാമായിരുന്നു. ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്ട് മീൻസ് FACT. ഫാക്ട് മീൻസ് ഐ വാസ് അവെയർ ഓഫ് ദ ഫാക്ട്. ആ വസ്തുത എനിക്ക് അറിയാമായിരുന്നു. അവെയർ ഓഫ് ദ ഫാക്ട് ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, they have spent ഈ വാക്യം ഇത് ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങളെല്ലാം അറിയാവുന്നവരല്ലേ, നമ്മളെ ക്ലാസ്സിൽ കാണാത്തവരല്ലേ. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഹാസ്, ഹാവ്, ഹാഡ് വരുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളേ വരാവൂ. SPEND, SPENT. അപ്പോൾ ഇത് തെറ്റാണ്. SPENT എന്നാണ് എഴുതാനുള്ളത്. They have spent, മനസ്സിലായോ? They have SPENT spent dash for their sons wedding. ബ്രാക്കറ്റിൽ many, any, enough, the little. They have spent, അവർ ചിലവഴിച്ചിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. They have spent, അവർ ചിലവഴിച്ചിട്ടുണ്ട്. For their son's wedding, അവരുടെ മകന്റെ വിവാഹത്തിന് വേണ്ടി അവർ വേണ്ടുവോളം ചിലവഴിച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ടുവോളം എന്നുള്ളതിൻ്റെ വാക്ക് ഇനഫാണ്. ഉത്തരം ഇനഫാണ്. ENOUGH, ഇനഫ്. ENOUGH, ഇനഫ്, വേണ്ടുവോളം. ഈ ഇനഫിനൊരു പ്രത്യേകത ഉള്ളത്, ഇനഫ് നാമങ്ങൾക്ക് മുമ്പും വിശേഷണങ്ങൾക്ക് ശേഷവും ചേർക്കണം. എന്നൊരു നാമം ഞാൻ പറയാം, ചെയർ, കസേര. വേണ്ടുവോളം കസേരകൾ, ഇനഫ് ചെയേഴ്സ്. വേണ്ടുവോളം പേനകൾ, ഇനഫ് പെൻസ്. അപ്പോൾ നാമമാണ് ഈ ചെയറും പെന്നും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പാണ് ഇനഫ് ചേർക്കാനുള്ളത്. എന്നാൽ വിശേഷണങ്ങൾക്ക് ശേഷം ബുദ്ധിയുള്ള, ശക്തിയുള്ള, ബലമുള്ള, അത് വിശേഷണങ്ങളാണ്. വിശേഷണങ്ങൾക്ക് ശേഷം ഒരു ഉദാഹരണത്തിന്, ഷീസ് വൈസ് ഇനഫ് ടു സോൾവ് ദ പ്രോബ്ലം. വൈസ് ഇനഫ്, കണ്ട, വൈസ് വിശേഷണമാണ്, അതിന് ശേഷമാണ് ഇനഫ് ചേർക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടേക്ക് ആഫ്റ്റർ റിസംബിൾ, തെറ്റില്ലല്ലോ. പുട്ട് വിത്ത് ടോളറേറ്റ്, പുട്ട് ബൈ സേവ്, പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ഗിവ് ഇൻ സറണ്ടർ. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ 2 വാക്ക് പറഞ്ഞതാണ്. ശരി, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഓപ്പോസിറ്റ് എഴുതാനാണ്. ഓപ്പോസിറ്റ് എഴുതാനുള്ള വാക്ക് സബ്വേർഷൻ. SUBVERSION. സബ്വേർഷൻ മീൻസ് അട്ടിമറി.
അട്ടിമറി അല്ലെങ്കിൽ ഓവർത്രോ സബ്വേർഷൻ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ആവശ്യം. ആന്റോണിയമാണ് നമുക്ക് ആവശ്യം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡീസ്റ്റെബിലൈസേഷൻ, അസ്ഥിരപ്പെടുത്തൽ. അട്ടിമറി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് എഴുതാനുള്ളത്. സബ്വേർഷൻ്റെ ഓപ്പോസിറ്റാണ്. അത് ഡീസ്റ്റെബിലൈസേഷൻ വരില്ല, അത് അസ്ഥിരപ്പെടുത്തലാണ്. ക്ലാരിറ്റി ആണ് ഒരു ഓപ്ഷൻ, വ്യക്തത. ക്ലാരിറ്റി വരില്ല. സാനിറ്റി, വിവേകം. അപ്പം പിന്നെ ഇതിനകത്തുള്ളത് പിന്നീട് കംപ്ലയൻസ്, COMPLIANCE, കംപ്ലയൻസ് ആണ് ശരി ഉത്തരം. സബ്വേർഷൻ, കംപ്ലയൻസ് മീൻസ് പാലിക്കൽ. കംപ്ലയൻസ് റിപ്പോർട്ട് അയക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയൻസ് റിപ്പോർട്ട് അയക്കണം, അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്. അപ്പോൾ സബ്വേർഷൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് കംപ്ലയൻസ് റിപ്പോർട്ട്, പാലിക്കൽ റിപ്പോർട്ട്, കംപ്ലയൻസ് റിപ്പോർട്ട് അയക്കണം. അസ്ലീപ്പ്, അവേക്ക്. ഡെഡ്, എലൈവ്. ടിമിഡ് പേടിയുള്ള, ബോൾഡ്. ടിമിഡിൻ്റെ ഓപ്പോസിറ്റ് ബോൾഡ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ പഠിച്ചിട്ടില്ലേ? ഫ്രഷ്, സ്റ്റൈൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ്. എന്നെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും. നിങ്ങളുടെ സമയം അത്രയും ഞാൻ നശിപ്പിച്ച് കളയുകയാണ്. അതുകൊണ്ട് അടുത്തൊരു GK ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കുറേ കാലമായല്ലോ നമ്മൾ GK എടുത്തിട്ട്. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആദ്യമേ ഞാൻ പറയാം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറയുന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് പറയണം ഐ ആം എ ടീച്ചർ. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി വാസ് എ ടീച്ചർ. ഞാൻ ഇവിടെ നിന്ന് പറയണം ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഐ പ്ലേഡ് ക്രിക്കറ്റ് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഐ പ്ലേഡ് ക്രിക്കറ്റ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. മസ്റ്റ്, ഹാഡ് ടു ആയി മാറും. പിന്നെ ഇതിനോടനുബന്ധിച്ച് കൈൻഡ്സ് ഓഫ് സെന്റൻസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, പ്രസ്താവന വാക്യങ്ങൾ. ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ചോദ്യവാക്യങ്ങൾ. ഇമ്പരേറ്റീവ് സെന്റൻസ്, നിർദ്ദേശവാക്യങ്ങൾ. ഗോ ദെയർ, കം ഹിയർ, ഓപ്പൺ ദ ഡോർ. അതാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, എക്സെട്ര. ഇതും എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്, ആശ്ചര്യവാക്യങ്ങൾ. ഇതാണ് കൈൻഡ്സ് ഓഫ് സെന്റൻസ്. അപ്പോൾ ഇനി നമുക്ക് വാക്യത്തിലേക്ക് കിടക്കാം. നാൻസി സെഡ്, കോമ, I may leave tomorrow. I may leave tomorrow. I may leave tomorrow. I may leave tomorrow. ഈ നാൻസി സെഡ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പാസ്റ്റൻസ് ആണ്. സേ, സെഡ് പാസ്റ്റൻസ് ആണ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റൻസ് ആണെങ്കിൽ ഇതിന് അകത്തുള്ള ടെൻസ് മാറണം, അതിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റൻസിലേക്ക് മാറണം. അപ്പൊ നാൻസി സെഡ് ദാറ്റ് ഷീ, മേ എന്തായി മാറി? മൈറ്റ്. അപ്പൊ നാൻസി സെഡ് ദാറ്റ് ഷീ മൈറ്റ് എന്താണ് പിന്നെ ലീവ് ടുമാറോ എന്നുള്ള എന്തായി മാറും? നാളെ എന്നുള്ളത് ടുമാറോ എന്നുള്ളത് എന്തായി? നെക്സ്റ്റ് ഡേ. ഷീ മൈറ്റ് ലീവ് നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. ഇപ്പം നാൻസി സെഡ് ഐ മേ ലീവ് ടുമാറോ. ഞാൻ ഇവിടെ ക്ലാസ്സിൽ നിന്ന് പറയണം ഐ മേ ലീവ് ടുമാറോ. നിങ്ങൾ വിളിച്ചെന്ന് പറയൂ. ചക്രവാണി സാർ സെഡ് ദാറ്റ് ഹി മൈറ്റ് ലീവ് ദ നെക്സ്റ്റ് ഡേ. ടുമാറോ ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ. ഇതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. യെസ് ഓർ നോ ക്വസ്റ്റിന് വെതറെന്നോ ഇഫെന്നോ ചേർക്കണം. ഡു യു ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ്? ചക്രവാണി സാർ ആസ്ക്ഡ് മീ വെദർ ഐ ലൈക്ഡ് ഷോർട്ട് സ്റ്റോറീസ്. ആ ഡു ലൈക്കും കൂടെ ലൈക്ക് ചെയ്യുന്ന ലൈക്കിൻ്റെ പാസൻസ് ലൈക്ഡ്. അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഡിഡ് യു സീ മൈ പെൻ? ഡിഡും സീയും കൂടെ സാ, അപ്പോൾ ഹാർഡ് സീനായി മാറും ഉത്തരത്തിൽ. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ചക്രവാണി സാർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാർഡ് സീൻ ഹിസ് പെൻ എന്നാണ് ഉത്തരമായി വരേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇതിനകത്ത് മാറ്റം വരില്ല. അപ്പോൾ പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് നോക്കി പിടിക്കുകയാണ് ആദ്യത്തെ ജോലി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. ഹി ഈസ് POLITE, പൊളൈറ്റ്
to everyone. He is polite to everyone. അയാൾ എല്ലാവരോടും വളരെ വിനീതനാണ്. അയാൾ എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി പെരുമാറുന്നു. ഇതിനെ നെഗറ്റീവ് ആക്കണം, അർത്ഥവ്യത്യാസം വരാനും പാടില്ല. ഹീ ഈസ് പൊളൈറ്റ് ടു എവരി വൺ. അയാൾ എല്ലാവരോടും വളരെ വിനീതമായി മര്യാദയോടുകൂടി പെരുമാറുന്നു. മലയാളത്തിൽ പറഞ്ഞു നോക്കാം, അയാൾ ഒരാളിനോടും ധിക്കാരപരമായി പെരുമാറുന്നില്ല എന്നെഴുതിയാൽ മതിയല്ലോ. ഈ പരീക്ഷാ ഹാളിലിരുന്ന് ഈ ബുദ്ധി തോന്നൂല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹീ ഈസ് പൊളൈറ്റ് ടു എവരി വൺ. ഇതിനെ നെഗറ്റീവാക്കി അർത്ഥവ്യത്യാസമില്ലാതെ എഴുതുക. അർത്ഥവ്യത്യാസമില്ലാതെ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പൊളൈറ്റ് വിനീതമായി, അതിൻ്റെ ഓപ്പോസിറ്റ് ഇംപൊളൈറ്റ് അല്ലെങ്കിൽ റൂഡ്. പൊളൈറ്റ് ഇംപൊളൈറ്റ്, അയാൾ എൻ്റെ അടുത്ത് ഇംപൊളൈറ്റായിട്ട് പെരുമാറി. ഇതിന് അർത്ഥവ്യത്യാസം വരാൻ പാടില്ല, നെഗറ്റീവുമായിരിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ഹീ ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനിവൺ. ഇതൊക്കെ ഒരു 2-3 തീരെ എഴുതി വെച്ച് നമുക്ക് പഠിക്കുക. ഹീ ഈസ് പൊളൈറ്റ് ടു എവരി വൺ. അതിന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റീറൈറ്റ് ദ സെന്റൻസ് ആസ് എ നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അർത്ഥവ്യത്യാസം പാടില്ല, നെഗറ്റീവും ആകണം. അപ്പോൾ ഹീ ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തതിലേക്ക് നമുക്ക് വരാം. ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ snake with mongoose. It was the dash fight of the snake with mongoose. ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ഞാൻ ആദ്യം എഴുതാം. ബേഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, അടുത്തത് ഫൈൻ. ഇതിലൊരെണ്ണമാണ് ഉത്തരം. ഈ ഉത്തരം കണ്ടപ്പോഴത്തേക്ക് ഞാൻ പരീക്ഷാ ഹാളിലിരുന്ന് ചിന്തിക്കുകയാണ്. ഇറ്റ് വാസ് ഈ ദ കിടക്കുന്നത് കൊണ്ട് മിക്കവാറും അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. ഇങ്ങോട്ട് നോക്കിക്കോളൂ. രാമ ഈസ് എ ടോൾ ബോയ്, അത് പോസിറ്റീവ് ഡിഗ്രിയാണ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അഡ്ജക്റ്റീവാണ്. രാമ ഈസ് ടാളർ ദാൻ കൃഷ്ണ, 2 എണ്ണം വരുമ്പോൾ ദാൻ, അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. രാമ ഈസ് ദ ടോളസ്റ്റ്, കേട്ടോ, ദ ടോളസ്റ്റ് സൂപ്പർലേറ്റീവിടെ കൂടെ നിങ്ങൾ ദ കൂടെ ചേർത്തു. ദ ടോളസ്റ്റ്, ദ ബിഗസ്റ്റ്, ദ ബെസ്റ്റ്. ദിസ് ഈസ് ദ ബെസ്റ്റ് നോവൽ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാനുള്ളത് ഇങ്ങനെ നോക്കണം. ബേഡ്, വേഴ്സ്, WORST, വേഴ്സ്റ്റ്. അപ്പോൾ ഇതാണ് ഉത്തരം. ഇവിടെ ഗുഡ് ആണെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ദ ബെസ്റ്റ്. ഇനി ഇങ്ങനെ പറയാൻ പറ്റാത്തപ്പോഴത്തേക്കാണ് നമ്മൾ മോസ്റ്റ് ചേർത്ത് പറയുന്നത്. പൊന്മുടി ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പൊന്മുടി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ കോവളം. പൊന്മുടി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കേരള. ഈസ് ഇറ്റ് ക്ലിയർ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. 20. ഇപ്പോൾ സാധാരണ രീതിയിൽ 10 ക്വസ്റ്റ്യനാണ് വരുന്നത് എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അഗണി എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖം എന്നാണ്. അഗണി, ദുഃഖം. എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കുക. അഗണി, ദുഃഖം. പെരിഷ്, നശിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് അഗണി പറഞ്ഞത്, പെരിഷ് പറഞ്ഞത്. പെരിഷ്, ഡൈ, നശിക്കുക എന്നാണ് അർത്ഥം. ദ കറപ്റ്റ് ഓഫീഷ്യൽസ്, CORRUPT, കറപ്റ്റ്, OFFICIALS, ഒഫീഷ്യൽസ്, ഹാർഡ് ഡാഷ് ബ്രൈബ്, BRIB, ബ്രൈബ്, കൈക്കൂലി. ദ കറപ്റ്റ് ഓഫീഷ്യൽസ്, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ. കറപ്ഷൻ, അഴിമതി. ദ കറപ്റ്റ് ഓഫീഷ്യൽസ് ഹാർഡ് ഡാഷ് ബ്രൈബ്. ബ്രാക്കറ്റിൽ അക്സെപ്റ്റഡ്, ACCEPTED, അക്സെപ്റ്റഡ്. എക്സീഡഡ്, EXCEEDED, എക്സീഡഡ്. അടുത്തത് എക്സംപ്റ്റഡ്, EXEMPTED, എക്സംപ്റ്റഡ്. accept, EXCEPT, accepted. ഇതിലൊരെണ്ണമാണ് ഉത്തരം. ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈവ്. അക്സെപ്റ്റ്, സ്വീകരിക്കുക. എക്സീഡ്, കവിയുക.
എക്സീഡ്, എക്സസ് ആയിട്ടുള്ള പേപ്പറൊക്കെ തിരിച്ചു തരൂ. എക്സംപ്റ്റ് ഒഴിവാക്കുക, ഇളവ് കൊടുക്കുക. എക്സംഷൻ, ഫീസ് എക്സംഷൻ ഉണ്ട്. അടുത്തത് എക്സെപ്റ്റ് ഒഴികെ, EXCEPT, എക്സെപ്റ്റഡ് ഒഴികെ, എക്സെപ്റ്റ് ഒഴികെ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അക്സെപ്റ്റഡ് ആണ് ഉത്തരം. ദ കറപ്റ്റ് ഒഫീഷ്യൽസ് ഹാർഡ് ഡാഷ് ബ്രൈബ്, അക്സെപ്റ്റഡ് സ്വീകരിച്ചു. അക്സെപ്റ്റിൻ്റെ ഓപ്പോസിറ്റ് റിജക്റ്റ് ആണ്. ടേൺ ഡൗൺ എന്ന വെർബൽ ഫ്രേസിന്റെ അർത്ഥം റിജക്റ്റ് ആണ്. ടേൺ ഡൗൺ, റിജക്റ്റ്, നിരസിക്കുക. ടേൺ ഡൗൺ, റിജക്റ്റ്, നിരസിക്കുക എന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതേപോലെ തന്നെ ഈ ബ്രൈബ് കണ്ടപ്പോഴത്തേക്ക് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രീസിംഗ് ദ പാം. ഗ്രീസിംഗ് ദ പാം മീൻസ് ബ്രൈബിങ്, കൈക്കൂലി കൊടുക്കുക. ഗ്രീസിംഗ് ദ പാം ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്തത് വൺ വേർഡാണ്. വൺ വേർഡ് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. കില്ലിംഗ് ഓഫ് ഫാദർ, പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് മദർ, മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ബ്രദർ, ഫ്രാക്ടിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സോറോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ്, അക്സോറിസൈഡ്. അൺമേരിഡ് മാൻ, ബാച്ചിലർ. അൺമേരിഡ് വുമൺ, സ്പിൻസ്റ്റർ. അൺമേരിഡ് ഗേൾ, മെയ്ഡ്, MAID, മെയ്ഡ്. എ പീരീഡ് ഓഫ് 100 years, സെഞ്ചുറി. എ പീരീഡ് ഓഫ് 1000 years, മിലേനിയം. മിലേനിയം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗവൺമെൻറ് റൺ ബൈ ഡിക്റ്റേറ്റർ, DICTATOR, ഡിക്റ്റേറ്റർ. ഏകാധിപതികൾ ഭരിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരെന്താണ്? ഡിക്റ്റേറ്റർ. ഡിക്റ്റേറ്റർ ഭരണം, ഏകാധിപത്യ ഭരണം, സ്വേച്ഛാധിപത്യ ഭരണം, അതിന് പറയുന്ന പേരാണ് ഓട്ടോക്രസി. AUTOCRACY, ഓട്ടോക്രസി. ഉത്തരം ഓട്ടോക്രസിയാണ്. അതേസമയം ഗവൺമെൻറ് ഓഫ് ഫ്യൂ, കുറച്ചുപേരുടെ പ്രഭുഭരണം, കുറച്ചുപേരുടെ ചേർന്ന് ഭരിക്കുന്നതിന് പറയുന്ന പേരാണ് ഒളിഗാർക്കി. ഈ ഒളിഗാർക്കി ഫ്യൂ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് മൊണാർക്കി. മൊണാർക്കി, ഡെമോക്രസി, ജനാധിപത്യം, നിങ്ങൾക്കൊക്കെ അറിയാം, ഡെമോക്രാറ്റിക് സിസ്റ്റം. തിയോക്രസി, മതാധിഷ്ഠിതമായ ഭരണം, തിയോക്രാറ്റിക് ഗവൺമെൻറ്, മതാധിഷ്ഠിതമായ തിയോക്രസി. അടുത്തത് ചോദ്യം ഇതാണ്, ബാഗ് ആൻഡ് ബാഗേജ്. ബാഗ് ആൻഡ് ബാഗേജ്, ബാഗ് ആൻഡ് ബാഗേജ്. എന്താണ് ബാഗ് ആൻഡ് ബാഗ്? പഠിക്കാൻ താല്പര്യമില്ലെങ്കിലേ ബാഗ് ആൻഡ് ബാഗേജ് എടുത്തുകൊണ്ട് ഇപ്പോൾ കൂടെ ഇറങ്ങണം. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അച്ഛൻ പറയും. പഠിക്കാനുള്ള സമയത്ത് ക്രിക്കറ്റ് കളി കാണുക, പഠിക്കാനുള്ള സമയത്ത് സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള സിനിമകൾ കാണാൻ പോവുക. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അഭിനയിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പോവും, നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു, സമയം അത്രയും പോയി. അതുകൊണ്ട് ബാഗ് ആൻഡ് ബാഗേജ് ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും എന്നർത്ഥം. ബാഗ് ആൻഡ് ബാഗേജ്, നിങ്ങളുടെ ബാഗ് ആൻഡ് ബാഗേജ് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. വിത്ത് ഓൾ ഓൺസ് ബിലോങ്ങിങ്സ്, വിത്ത് ഓൾ ഇറ്റ്സ് ബിലോങ്ങിങ്സ്, GINGS, ബിലോങ്ങിങ്സ്, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട്. ബാഗ് ആൻഡ് ബാഗേജ്, ബാഗ് ആൻഡ് ബാഗേജ് എടുത്തുകൊണ്ട് ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ഹി ഡാഷ് ഇൻ സ്റ്റേറ്റ്സ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. He dash in states. He dash in states. ആ സ്റ്റേറ്റ്സ് USA ആണ്. He dash in states. അയാൾ അമേരിക്കയിലാണെന്ന് അർത്ഥം. സ്റ്റേറ്റ്സ്. But he still doesn't have. But he still doesn't have commands, COMMAND, commands over English. നോക്കാം. He dash in states. അയാൾ അമേരിക്കയിലാണ്. But he still doesn't have command over English. ഇപ്പോഴും എന്നിട്ടും അയാൾക്ക് ഇംഗ്ലീഷിൽ ഒരു ആധിപത്യമില്ല, കമാൻഡ് ആധിപത്യം. അയാൾ അമേരിക്കയിലാണ്, ഇപ്പോഴും അയാൾക്ക് ഇംഗ്ലീഷിൽ ഒരു കമാൻഡില്ല, ഇപ്പോഴും അമേരിക്കയിൽ താമസിക്കുകയാണ്. ഇവിടെ ഹാവ് ബീൻ ലിവിങ്, ഇവിടെ ഉത്തരവെന്ന് പറയുന്നത് നോക്കൂ, ഹാവ് ബീൻ ലിവിങ് ഒന്ന്, ഹാവ് ബീൻ ലിവിങ്. അടുത്തത് വെറും ലിവിങ്, LIVING, ലിവിങ്. മൂന്ന് പിന്നെ ഹാവ് ലിവ്ഡ്, ഹാവ് LIVED, ലിവ്ഡ്. അടുത്തത് ഹാസ് ബീൻ ലിവിങ്, ഹാസ് ബീൻ ലിവിങ്. എനിക്കിത് അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് ഉത്തരം കിട്ടും. കാരണം ഹീയുടെ കൂടെ ഹാവ് ചേരൂല. ഹീ ഹാവ് എന്ന് ഇംഗ്ലീഷ് പറയില്ല, ഹീ ഹാസ് എന്നേ പറയുള്ളൂ. ഹീ ലിവിങ് എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഹീ ഈസ് ലിവിങ്, അതിലൊരു ഓക്സിലറി വെർബുമാണ്. ഹീ ലിവിങ് എന്ന് മാത്രം പറയില്ല. ഐ ഗോയിങ് എന്ന് ഇംഗ്ലീഷ് പറയില്ലല്ലോ, അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ
പിന്നെ ഉള്ളത് ഹാവിൽ ഇവിടെ ഹീര കൂടെ ഹാവ് ചേരൂല. അപ്പോൾ ഇത് രണ്ടെണ്ണം ആദ്യമേ ഞാൻ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ലിവിങ്ങും ഉണ്ട്, ഹാസ് ബീൻ ലിവിങ്ങും ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ സ്റ്റേറ്റ്സിൽ താമസിച്ചു വരികയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ബട്ട് ഹി സ്റ്റിൽ ഡസന്റ് ഹാവ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ്. അപ്പോൾ ഹാസ് ബീൻ ലിവിങ് ആണ് ശരി. ഹി ഹാസ് ബീൻ ലിവിങ്. രണ്ടിടത്ത് ഹാവ് ഉണ്ട്, ഹീയും ഹാവും കൂടി ചേരൂല. അത് ആദ്യമേ മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത ഈ കമന്റ് നമുക്കറിയാം. എന്താണ് ഈ കമന്റ്? COMMENT കമന്റ്. COMMENT കമന്റ്. കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. കമാൻഡ് ആധിപത്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. അപ്പോൾ ഡാഷ് ബൈ ഹിസ് അങ്കിൾ ഇതപ്പോൾ പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലായി. ഒറ്റയടിക്ക് അത് കാര്യം മനസ്സിലായി, പാസീവ് വോയിസ് ആണ്. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. ഇതിനകത്തുള്ളത് ഒന്ന് പുട്ടപ്പ്, വെർബൽ ഫ്രേസ് പുട്ടപ്പ് ഉണ്ട്. അടുത്തത് ബോട്ട്സ് BOUGHT ഉണ്ട്. ബ്രോട്ടപ്പ് ഉണ്ട്, BROUGHT. ബ്രോട്ടപ്പ് നേരത്തെ വന്ന ഒരു വാക്യമാണ്. അടുത്തത് ടുക്കപ്പ്. ഇത്രയുമാണുള്ളത്. ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. ആ കുട്ടിയെ അയാളെ അമ്മാവിനാൽ വളർത്തപ്പെട്ടു. അപ്പോൾ ഉത്തരം ബ്രോട്ടപ്പാണ്. ബ്രിങ് അപ്പ് അതിൻ്റെ പാസൻസ് ആണ് ബ്രോട്ടപ്പ്. ബ്രിങ് അപ്പ്, ബ്രോട്ടപ്പ്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, യു ആർ ആൻ ഇന്ത്യൻ. ടാഗ് ക്വസ്റ്റ്യൻ ആണ്. യു ആർ ആൻ ഇന്ത്യൻ ടാഗ് ക്വസ്റ്റ്യൻ. ലെറ്റേഴ്സ് വന്നാൽ ഷാൽ ബി. ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നാൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ഗോ ദെയർ, കം ഹിയർ വന്നാൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ആം പ്ലസ് നോട്ട് ആറിൻ്റെ, ഷാൾ പ്ലസ് നോട്ട് ഷാൻ്റെ. ദെൻ ഓർമ്മയുണ്ടല്ലോ, വിൽ പ്ലസ് നോട്ട് വോണ്ട്. യു ആർ ആൻ ഇന്ത്യൻ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. യു ആർ ആൻ ഇന്ത്യൻ പറയണോ ക്വസ്റ്റ്യൻ ടാഗ്. ആറിൻ്റെ യു. യു ആർ നോട്ട് ആൻ ഇന്ത്യൻ. ആർ യു. യു ആർ ആൻ ഇന്ത്യൻ. ആറിൻ്റെ യു ആണ് ഉത്തരം. അടുത്തത് ഐ ആം എ പോലീസ്മാൻ. അത് വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഐ ആം എ പോലീസ്മാൻ. ഉത്തരം ആറിൻ്റെ ഐ. നെഗറ്റീവ് മീനിങ് ഉള്ള വാക്കുകളുണ്ട്. നോ, നോ വൺ, നത്തിങ്, റയർലി, സെൽഡം, സ്കേഴ്സ്ലി. അതുപോലെ തന്നെ നെവർ, അതുപോലെ തന്നെ ലിറ്റിൽ ഫ്യൂ. അതിനകത്തൊക്കെ നോട്ടുണ്ട്. പിന്നെ ടാഗ് ക്വസ്റ്റ്യനിൽ നോട്ട് ചേർക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് ഹാർഡിലി ഹാർഡ് ഐ എൻറ്റേർഡ് ദ സ്റ്റേഷൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടില്ല. ഹാർഡിലി സ്കേഴ്സ്ലി വന്നാൽ ആ വാക്യത്തിൽ വെൻ വരണം. ഇതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ ചോദിച്ചത്. ഹാർഡിലി സ്കേഴ്സ്ലി, അതായത് ഹാർഡിലി ഹാർഡ് ഐ എൻറ്റേർഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ് വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. അപ്പോൾ ഹാർഡിലി സ്കേഴ്സ്ലി വന്നാൽ ആ വാക്യത്തിൽ വെൻ വരും. ലെസ്റ്റ് വന്നാൽ ഷുഡ് വരും. നോ സൂണർ വന്നാൽ ദാൻ വരും. വുഡ് യു മൈൻഡ് വന്നാൽ ING വരും. ഹാർഡ് ബെറ്ററിന് ശേഷം ടു ചേർക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹൈ ടൈം, പാസ്റ്റ് സിമ്പിൾ. നിങ്ങൾ അവിടെ നിന്ന് പറയണോ, സാറ് ക്ലാസ് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്, പറയും. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റോപ്ഡ് ദ ക്ലാസ്. സ്റ്റോപ്ഡ്, STOPPED, സ്റ്റോപ്ഡ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റാർട്ടഡ് യുവർ ലേണിംഗ്. ഇറ്റ് ഈസ് ഹൈ ടൈം എന്നാൽ പാസ്റ്റ് സിമ്പിൾ ചേർക്കണം. ഇതൊക്കെ 100 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്കേഴ്സ്ലി ഹാർഡിലി വന്നാൽ വെൻ വരും, ഓർമ്മയുണ്ടോ? നോ സൂണർ വന്നാൽ ദാൻ വരും. അതുപോലെ ഇവിടെ വേറൊരു പ്രശ്നം നോക്കൂ. ഹാർഡിലി ഐ എൻറ്റേർഡ് തെറ്റ്. ഹാർഡിലി ഹാർഡ് ഐ എൻറ്റേർഡ്, അല്ലെങ്കിൽ ഹാർഡിലി ഡിഡ് ഐ എൻറ്റേർഡ് തെറ്റ്. ഹാർഡിലി ഡിഡ് ഐ എൻറ്റർ. നിങ്ങൾ അവിടെ ഇട്ട് കുഴപ്പിക്കും, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബ്രൂട്ടസ് STABBED സ്റ്റാബ്ഡ് സീസർ. CEASER സീസർ. പാസീവ് വോയിസിൽ എഴുതാനാണ്. ഈ ബ്രൂട്ടസ് ആണ് ഇതിലെ സബ്ജക്റ്റ്, കർത്താവ്. സ്റ്റാബ് കുത്തുക, സ്റ്റാബ്ഡ് കുത്തി, ഇത് അതാണ് വെർബ്. ഇതാണ് ഓബ്ജക്റ്റ്, കർമ്മം. അപ്പോൾ കർത്താവിൻ്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവരണം. സീസറെ കൊണ്ടുവന്നു. CEASER സീസർ. സ്റ്റാബ്ഡ് എത്രാമത്തെ വരി? സ്റ്റാബ്, സ്റ്റാബ്ഡ്, സ്റ്റാബ്ഡ് രണ്ടാമത്തെ വരി. അപ്പോൾ വോസും വേറും ഉണ്ട്. അപ്പോൾ സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്.
എല്ലാവരും ബോർഡിലേക്ക് വരിക. അധിക പ്രസംഗമാണെങ്കിൽ എഴുതുക. ചക്രവാണി സാർ, ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റോപ്പ് യുവർ ക്ലാസ്. ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞാൽ പാസ്റ്റ് സിമ്പിൾ ഉപയോഗിക്കണം. 50 വയസ്സായ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് ഇറ്റ് ഈസ് ഹൈ ടൈം യു ഗോട്ട് മാരീഡ്. ഗെറ്റ് ഗോട്ട് രണ്ടാമത്തെ വരി. ശരി, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുകയാണ്. ഇഫ് ദ ഗെയിം ഈസ് ഗുഡ്, ഇഫ് ദ ഗെയിം ഈസ് ഗുഡ്, I dash play it. I dash play it. ബ്രാക്കറ്റിൽ would have, will be, would have been, will ഇതാണുള്ളത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പറയട്ടെ. ഞാൻ നോക്കിക്കോളൂ. ഇഫ് യു ഇൻവൈറ്റ് ഐ ഡാഷ് കം. ഇതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഈ ഇൻവൈറ്റ് ആണ് ഇവിടത്തെ ഈസ് ഇൻവൈറ്റും ഒരേ ടെൻസാണ്. അപ്പോൾ ഇവിടെ ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം, ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം. ഈ ഇൻവൈറ്റിന് പകരമാണ് ഈസ് എങ്കിൽ ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ വിൽ പ്ലേ ഇറ്റ്. കണ്ട, ഐ വിൽ പ്ലേ ഇറ്റ്. ഇഫ് ദ ഗെയിം വാസ് ഗുഡ് ഐ വുഡ് പ്ലേ ഇറ്റ്. ഐ വുഡ് പ്ലേ ഇറ്റ്. എല്ലാവരും ബോർഡിലേക്ക് വരൂ. ദെൻ ഇഫ് യു സ്റ്റാർട്ട് ഏർലി, if you start early, start എന്ന് പറയുന്നത് ഈസ് അല്ലെങ്കിൽ ഇൻവൈറ്റിന് തുല്യം. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. യു ഡാഷ് റീച്ച് ഇൻ ടൈം, സമയത്തിന് മുമ്പ്. അതാണ് ഇൻ ടൈം, ഓൺ ടൈം, കൃത്യസമയത്ത്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഇൻ ടൈം. ഇഫ് യു സ്റ്റാർട്ടഡ് ഏർലി യു വുഡ് റീച്ച് ഇൻ ടൈം. If you had started early, you would have reached in time. You would have reached in time. ഓർമ്മിച്ച് വെച്ചേക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ 20 ക്വസ്റ്റ്യൻ ഇവിടെ തിരികെയാണ്. ഡിഗ്രി ലെവലിലുള്ള ഒരു 20 ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ടോ? വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ, എനിക്കതിൽ വിരോധമില്ല. അടുത്തത് ദ ചിൽഡ്രൻ വിൽ ലേൺ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ചിൽഡ്രൻ വിൽ ലേൺ പഠിക്കും. LEAR ലേൺ ഡാഷ് ഫ്രം ദയർ മിസ്റ്റേക്ക്. ഫ്രം ദയർ മിസ്റ്റേക്ക്, MISTAKE, മിസ്റ്റേക്ക്. ഒരു വാക്കെടുത്തെഴുതാനാണ്. ഇവിടെ ഇൻക്രെഡിബിലി ഉണ്ട്, അവിശ്വസനീയമായി. ദ ചിൽഡ്രൻ വിൽ ലേൺ ഡാഷ് ഫ്രം ദയർ മിസ്റ്റേക്ക്. അടുത്ത് പോസിബിളി ഉണ്ട്, മേ ബി, അങ്ങനെ ആകാം. അപ്പാരൻ്റ്ലി, പ്രത്യക്ഷത്തിൽ, അങ്ങനെ തോന്നാം, പ്രത്യക്ഷത്തിൽ. സർപ്രൈസിംഗ്ലി, അതിശയപ്പെടുത്തുന്ന രീതിയിൽ. ബട്ട് ദ ചിൽഡ്രൻ വിൽ ലേൺ ഡാഷ് ഫ്രം ദയർ മിസ്റ്റേക്ക്. അപ്പാരൻ്റ്ലി ആണ് ഉത്തരം. APPARENTLY, അപ്പാരൻ്റ്ലി, പ്രത്യക്ഷത്തിൽ. ദ ചിൽഡ്രൻ വിൽ ലേൺ അപ്പാരൻ്റ്ലി ഫ്രം ദ മിസ്റ്റേക്ക്. ഇതാണ് ഇന്നിവിടെ നമ്മൾ പറഞ്ഞത്. 1-2 കാര്യങ്ങളോട് പറയുകയാണ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ആബ്സെന്റ്. അടുത്ത ഡയറി എന്നുള്ളത് DIRY, ഡയറി എന്നുള്ളത് റെക്കോർഡിംഗ് ഡെയിലി ഈവൻസ് ആണ്. DAIRY, ഡയറി, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. SUIT, സ്യൂട്ട്, വസ്ത്രം അല്ലെങ്കിൽ കേസ്. SUIT, സ്യൂട്ട്, പരിവാരം അല്ലെങ്കിൽ മുറികളുടെ ഒരു നിര. SUIT, സ്യൂട്ട് എടുത്ത് താമസിക്കുകയാണ്. സ്യൂട്ട് ഈ ഇടയ്ക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഉടനെ ഈ മാസം, അതായത് മെയ് മാസത്തിൽ പല പരീക്ഷകൾ വരികയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് GKയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത GK ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.